അതായത് ലോറി ഡ്രൈവർമാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആംബുലൻസ് വരും, പോലീസ് വരും, മറ്റുള്ള എവിടേക്ക് വരും, എന്തൊക്കെ വരും, MVD വരും, എല്ലാവരും വരും. നമ്മൾ ആ ബട്ടൺ അങ്ങ് അമർത്താൻ വേണ്ടി പോവാണ്. ഇത് ഇവർ ഫിറ്റ് ചെയ്യുന്നത് 9,000 രൂപ കൊടുത്ത് ഫിറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയിൽ 9,000 രൂപ കൊടുത്ത് ഫിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് MVD ഡിപ്പാർട്ട്മെന്റും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും ഇത് അറിയണമല്ലോ. ശരിക്കും ഇത് അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട് എന്നുള്ളത്. റഹീംക അതൊന്ന് ഓപ്പൺ ചെയ്തേ. തീർച്ചയായിട്ടും അത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ കൈ ഉള്ളിലിട്ടിട്ട് വേണം തുറക്കാൻ. ഇത് മധ്യപ്രദേശിൽ നിന്ന് ഇപ്രാവശ്യം ഡൽഹി പോയി വരുമ്പോ കിട്ടിയിട്ടുള്ള മധ്യപ്രദേശ് പോലീസ് എന്താ തുറന്നോ? അതായത് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവര് നമ്മളെ കടത്തി വിടില്ല. അതൊരു അനുഭവം. തുറക്കണേ ഉള്ളു കൂടെ കൈയിട്ടിട്ട് വേണം തുറക്കാൻ. ഒന്ന് മനസ്സിലാക്കണം. അതായത് മധ്യപ്രദേശ് പോലീസ് വലിച്ചു പൊട്ടിച്ച സംഭവമാണത്. അപ്പോ നമുക്ക് ഈ സാധനം അടിക്കാൻ വേണ്ടി പോവാട്ടോ. നമ്മള് ഇപ്പൊ നിലവില് GPS, അതായത് കമ്പനി പറയുന്ന GPS സംവിധാനം ഓഫിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ വണ്ടി ചാവി ഓൺ ചെയ്യാം. വണ്ടി ചാവി ഓൺ ചെയ്തതിന് ശേഷം ഇപ്പൊ GPS, SS എല്ലാം ഓണായിട്ട് കിടക്കുകയാണ്. ഇത് ഞെക്കി പിടിച്ചാലാണ് നമ്മളുടെ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെത്തും എന്നുള്ളതാണ് എന്റെ കൈ കടയാൻ തുടങ്ങാം. ഓക്കെ, 2 മിനിറ്റില് അപ്പുറമായി റഹീംക്ക്. 2 മിനിറ്റിൽ അപ്പുറമായി. അപ്പൊ റഹീംക്ക് ഒന്ന് ഇറങ്ങാം. എന്റെ ഫോൺ കയ്യിൽ വെക്കാം. ഇനി മുതലാളി വിളിക്കണ്ടോ നോക്കാം. എന്തിനാണ് നീ അത് എമർജൻസി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുക്കണ്ട. ഇപ്പൊ നമ്മൾ അമർത്തിട്ട് കുറച്ച് സമയമല്ലോ. മുതലാളിന്റെ കോൾ വന്നോ? ഇല്ല, വന്നിട്ടില്ല. വന്ന ഫോൺ പോലീസ് വന്നോ? ഇല്ല, വരില്ല. ഇത് വെറും തട്ടിപ്പാണെന്നുള്ള ഏറ്റവും വലിയ അതായത് ഇവരെ പറ്റിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ സാധനം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഈ സ്ഥലങ്ങള് എത്രത്തോളം മലിനമായിട്ടാണ് കിടക്കുന്നത്. അല്ല, അതാ ഞാൻ പറയുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കേൾക്കാതിരിക്കും എന്നുള്ള രീതിയിലേക്കാണ്. ഇന്റർലോക്ക് വിട്ടിട്ട് ഇവിടെ ഒരു ബാത്റൂമും സംവിധാനം ഇവര് കാണട്ടെ. ഇതാണ് അവസ്ഥ. ഈ മലിനജലം ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ കടന്നുറങ്ങുന്നത് ഞങ്ങളുടെ കുടുംബത്തിനും ഈ രാജ്യത്തിനും വേണ്ടിയിട്ടാണ്. നമസ്കാരം. അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. കാര്യം യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്ക് പെരുമാറുന്ന പല സംഭവങ്ങളും ജനങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ പറയട്ടെ, ഞാൻ സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷെ ലോറി ഡ്രൈവർമാരുടെ പല വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്ന ഒരാളാണ്. എന്നെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ സുഖമില്ലാത്തൊരവസ്ഥയിലാണ് പ്രതികരിക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയത്. റഹ്മാൻ, ഈ GPS അല്ലാതെ നമ്മളിപ്പോ ഇന്ന് ജനങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് GPS അല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അല്ലേ? ഒന്ന് പറയാം. SOS. അതായത് എല്ലാ ചാനലുകളും ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത് SOS എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് അതിൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ GPS എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ തെരഞ്ഞു വന്നത്, ഇപ്പോ ഇവിടെ പാർക്കിങ്ങിലേക്ക് തെരഞ്ഞു വന്നത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്മൾ GPS വഴി അല്ലെ ലൊക്കേഷൻ നോക്കിയിട്ടാണ് വന്നത്. അതേപോലെ തന്നെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട് എന്നാണ് റഹീംക പറയുന്നത്. റഹീംക എന്താണ് ശരിക്കും SOS എന്ന് പറയുന്നത്? നമുക്ക് അതായത് ഈ വാഹനങ്ങൾ ഇപ്പൊ ഈ ലോറിയിലൊന്നും മാത്രമല്ല, സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ചെയ്ത 90% വാഹനങ്ങൾക്കും അത് ഫിറ്റിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടെസ്റ്റിന് പോകുമ്പോൾ അത് ഫിറ്റ് ചെയ്യണം. അതിന്റെ ഗുണം സർക്കാർ ഞങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ആപത്തിൽ പെടുകയോ എന്തെങ്കിലും വഴികളിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ട്രെയിനിൽ ചങ്ങലുണ്ട് റോപ്പ് വലിക്കാനുള്ളത്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം അത് ഉപകരിക്കുക, അല്ലാത്തുമ്പോൾ ഫൈനാക്കിയിട്ടാണ് കേന്ദ്ര സർക്കാർ എന്നതുപോലെ തന്നെ മോട്ടോർ വാഹനത്തിലും ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് ആദ്യം ഫയർഫോഴ്സ്, പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ആംബുലൻസ്, ഇതിൽ ആരെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുള്ളതാണ് ഈ SSOയിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. എത്രത്തോളം ഗുണകരമാണെന്നുള്ളതാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ. SOS നമ്മളിപ്പോ അങ്ങോട്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ്. കാര്യം ആരെങ്കിലും പോലീസുകാരോ ഫയർഫോഴ്സോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. കാര്യം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ശരിക്കും സർക്കാരുകളുടെ ജോലിയാണ്. പല തവണകളായി ഈ ലോറി ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ എത്രത്തോളം പറഞ്ഞു. ഒന്ന് തലയായിക്കാൻ മനസ്സിലാക്കണം. ഒന്ന് തലയായിക്കാൻ, ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഡ്രൈവർമാരുടെ നികുതി പണവും മറ്റുള്ള സംഭവങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ശരിക്കും എന്താണ് പറയുക, ഒരു വേസ്റ്റ് വസ്തു പോലെ തള്ളിക്കളയുന്ന സർക്കാരുകൾക്ക്. അതായത് ലോറി ഡ്രൈവർമാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആംബുലൻസ് വരും, പോലീസ് വരും, മറ്റുള്ള എവിടേക്ക് വരും, എന്തൊക്കെ വരും, MVD വരും, എല്ലാവരും വരും. നമ്മൾ ആ ബട്ടൺ അങ്ങ് അമർത്താൻ വേണ്ടി പോവാണ്. ഈ സുരക്ഷ കൂടെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. കാര്യം
ഇത് ഇവർ ഫിറ്റ് ചെയ്യുന്നത് 9,000 രൂപ കൊടുത്ത് ഫിറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയിൽ 9,000 രൂപ കൊടുത്ത് ഫിറ്റ് ചെയ്യണമെന്ന് പറയുന്ന MVD ഡിപ്പാർട്ട്മെന്റും മറ്റൊരു ഡിപ്പാർട്ട്മെന്റും ഇത് അറിയണമല്ലോ ശരിക്കും. ഇത് അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട് എന്നുള്ളത് അന്ന് അമർത്താൻ വേണ്ടി പോകാൻ. ഇത് കേരളത്തിൽ മാത്രമല്ല, അതാണ് സങ്കടം. ഈ ഇന്ത്യ മഹാരാജ്യം പറയുന്നത് 28 സ്റ്റേറ്റ് ആണ്. അതിലത്തെ ഒരു സ്റ്റേറ്റ് മാത്രമാണ് നമ്മളെ കേരളം. ഈ കേരളത്തിൽ മാത്രം വെച്ചിട്ട് ഇത് ഞെക്കി കഴിഞ്ഞാൽ വരും എന്നാണല്ലോ പറയുന്നത്. ഞാൻ ഇന്നിപ്പോ കോഴിക്കോട് മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കോഴിക്കോട് രാമനാട്ടിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങ് നെക്കാൻ വേണ്ടി പോവാണ്. പോലീസ് വരുന്നുണ്ടോ, ആംബുലൻസ് വരുന്നുണ്ടോ നോക്കാം. കാര്യം ഇതും കൂടെ സുരക്ഷയുടെ ഭാഗമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്. റഹീംക അതൊന്ന് ഓപ്പൺ ചെയ്തേ. തീർച്ചയായിട്ടും അത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ വരും. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ കൈ ഉള്ളിലിട്ടിട്ട് വേണം തുറക്കാൻ. ഇത് മധ്യപ്രദേശിൽ നിന്ന് ഇപ്രാവശ്യം ഡൽഹി പോയി വരുമ്പോ കിട്ടിയിട്ടുള്ള മധ്യപ്രദേശ് പോലീസിന്റെ അവകാശമാണിത്. പോലീസ് എന്താ തുറന്നോ? അതായത് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവര് നമ്മളെ കടത്തി വിടില്ല. അതൊരു അനുഭവം. തുറക്കാം. തുറക്കണേ ഉള്ളു കൂടെ കൈയിട്ടിട്ട് വേണം തുറക്കാൻ. ഒന്ന് മനസ്സിലാക്കണം. അതായത് മധ്യപ്രദേശ് പോലീസ് വലിച്ചു പൊട്ടിച്ച സംഭവമാണത്. അപ്പോ നമുക്ക് ഈ സാധനം അങ്ങ് അടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. നമ്മള് ഇപ്പൊ നിലവില് GPS, അതായത് കമ്പനി പറയുന്ന GPS സംവിധാനം ഓഫിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ വണ്ടി ചാവി ഓൺ ചെയ്യാം. വണ്ടി ചാവി ഓൺ ചെയ്തതിന് ശേഷം ഇപ്പൊ GPS, SS എല്ലാം ഓണായിട്ട് കിടക്കുകയാണ്. ഇത് ഞെക്കി പിടിച്ചാലാണ് നമ്മളുടെ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെത്തും എന്നുള്ളതാണ് ഈ ഫിറ്റ് ചെയ്തതും ഈ കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ. ഞെക്കി പിടിച്ചോണ്ടിരിക്കല്ലേ? അതിപ്പോ ഞെക്കി പിടിച്ചോണ്ടിരിക്കുന്നത്. ഏകദേശം 2 മിനിറ്റ് മതി എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവൻ പോകാൻ 1 സെക്കൻഡാണ് വേണ്ടത്. 2 മിനിറ്റ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാല് എന്റെ അടുത്ത് ഫയർഫോഴ്സ്, പോലീസ്, മറ്റേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അടുത്തെത്തുന്നാണ് പറഞ്ഞത്. അതുകൂടാണ്ട് ഇത് ഞെക്കി കഴിഞ്ഞാൽ അതിന്റെ മെസ്സേജ് ആദ്യം പോകുന്നത് ഓണർക്ക് അലാറമായിട്ട്, മൊബൈലിൽ അലാറമായിട്ട് പോകുന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നമുക്ക് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കാണാലോ. ഇത് KSRTC ബസ്സുകളിലും സകല വാഹനങ്ങളിലും ഇപ്പൊ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോ ഇത് അമർത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മിനിറ്റ് ആവാറായിട്ടുണ്ട്. കാര്യം ഇത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും രക്ഷാപ്രവർത്തനത്തിലുള്ള ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ വരും എന്നാണ് പറയുന്നത്. അത് ശരിക്കും വർക്കിംഗ് ആണോ എന്നാണ് നമ്മളിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഡ്രൈവർമാരുടെ സുരക്ഷ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവർ ഈ സാധനമൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവർമാരുടെ സുരക്ഷയുണ്ട്, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇവർ ഇതൊക്കെ ഫിറ്റ് ചെയ്യിക്കുന്നത് നമ്മളെ കൊണ്ട്. പക്ഷെ ആ സാധനം വർക്കിംഗ് ആണെന്നുകൂടെ നോക്കണമല്ലോ ശരിക്കും. സർക്കാരുകൾ ഓരോ നിയമങ്ങൾ അല്ലെങ്കിൽ MVD ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം അത് ശരിയാണ് അല്ലെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അത് എത്രത്തോളം ശരിയാണോ, പ്രവർത്തനരഹിതമാണോ അല്ലെ പ്രവർത്തിക്കുന്നതാണോ എന്ന് നമുക്ക് നോക്കണമല്ലോ ശരിക്കും. എന്റെ കൈ കടയാൻ തുടങ്ങാം. ഓക്കെ, 2 മിനിറ്റിൽ അപ്പുറമായി. റഹീംക്കൊക്കെ 2 മിനിറ്റിൽ അപ്പുറമായി. അപ്പൊ റഹീംക്ക് ഒന്ന് ഇറങ്ങാം. എന്റെ ഫോൺ കയ്യിൽ വെക്കാം. ഇനി മുതലാളി വിളിക്കണ്ടോ നോക്കാം. എന്തിനാണ് നീ അത് എമർജൻസി SRSO നെക്കി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുക്കണ്ട. അപ്പൊ നമ്മളിപ്പോ ആ സാധനം നെക്കിയേക്കാല്ലേ, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. 2 മിനിറ്റ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഫയർഫോഴ്സ്, പോലീസ് അടക്കം വരും എന്നാണ് പറയുന്നതെങ്കിൽ നമ്മളിപ്പോ ശരിക്കും വരേണ്ട സമയമായി. 2 മിനിറ്റിനുള്ളിൽ സഹായത്തിന് ആള് വരും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏകദേശം എത്ര സമയത്തിനുള്ളിൽ ആള് വരും എന്നുള്ളത്. ഇതിന് എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട്? ഇത് എക്സ്പെൻസീവ് വന്നിട്ട് ഇതിന്റെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 6000 രൂപ ഇതിന്റെ ഒറിജിനൽ വില വരുന്നുണ്ട്. ഒരു വർഷത്തേക്ക് നമ്മൾ 2000 രൂപ റീചാർജ് ചെയ്യാം. പ്ലസ് GPS അടക്കമാണ്, GPRS അടക്കമാണ്. ഇത് ഈ ഒരു കൊല്ലം ഞങ്ങളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വരുമ്പോൾ ഈ കമ്പനി പിന്നെ ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. വീണ്ടും ഞങ്ങൾ വേറെ കമ്പനീന്റെ പേരിലുള്ള സാധനം പൊടിച്ചു വെക്കണം. പിന്നത്തെ കൊല്ലം വരും വീണ്ടും 8000-6000 ചെലവാക്കണം. ഇതുകൊണ്ട് ഒരു ഗുണനിലവാരം ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കിട്ടിയില്ല. അപ്പൊ GPS ഇപ്പൊ നമ്മളുടെ സഹോദരന്റെ വാഹനവും സഹോദരനും തപ്പിക്കൊണ്ടിരിക്കുന്നത് സകല മീഡിയകളും കാണിക്കുന്നത് ലൊക്കേഷൻ നോക്കിയിട്ടാണ്. ഓക്കെ ബാബു, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ എന്നെ ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ വന്ന പോയിന്റ് കറക്റ്റാണ്. ഞാൻ ഇവിടുന്ന് മാറി എന്റെ മൊബൈലും കൊണ്ട് ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കറന്നിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എവിടെ പോയി എന്ന് കണ്ടിട്ടുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് വേണ്ട സാഹചര്യങ്ങളും അതിന് വേണ്ട ഉപകരണങ്ങളും ഈ രാജ്യത്ത് ഇല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. അതായത് ഒരു കാര്യം പറയാം, സംഘപരിവാറിന്റെ ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, മതമല്ല
വേണ്ടത്, മനുഷ്യന്റെ സുരക്ഷയാണ് വേണ്ടതെന്ന് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതായത് മനുഷ്യന് ജീവിക്കണം, ഇവിടെ മനുഷ്യന് സുഖമായിട്ട് അന്തി ഉറങ്ങാനുള്ള സംഭവം ഉണ്ടാവണം. ഓരോ ജോലി ചെയ്യുന്ന ആളുകൾക്കും സ്മൂത്തായി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. അതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനം. ഒരു കാര്യം ഞാൻ വളരെ ദയനീയപൂർവ്വം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ ഇന്ത്യക്ക് തന്നെ നാണക്കേട് എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നത്. ഒരു കാര്യം കൂടെ വ്യക്തമായി പറയട്ടെ, ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ് ഇത്തരം രീതിയിലേക്ക് ഒരാളെ രക്ഷിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക്, ഇത്തരം രീതിയിലേക്ക് ഫോഴ്സ് അടക്കം, ഡിപ്പാർട്ട്മെന്റ് അടക്കം, അവരുടെ എന്താണ് പറയാ, അവരുടെ ഇൻസ്ട്രുമെന്റ് അടക്കം ഇല്ല എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ്. ഇപ്പൊ ഈ ഒരു എന്റെ സഹോദരന്റെ ഈ ഒരു കാര്യത്തില് ഇതിന്റെ മുമ്പ് നമ്മൾ എറണാകുളം നമ്മളുടെ അപ്പോളോ സിഗ്നലിന്റെ അവിടെ 2020 കൊറോണ കാലത്ത് ഇതേമാതിരി ടോയ്ലറ്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ടോയ്ലറ്റ് സംവിധാനം ഇപ്പൊ ഈ മറ്റേ ഈ ഒരു സംഭവം ഇപ്പൊ എന്റെ ഈ അപ്പോളോ സിഗ്നലിന്റെ അവിടെ മണ്ണിടിഞ്ഞ് മരണപ്പെട്ട എന്റെ സഹോദരനും ഈ കാണാണ്ടായ എന്റെ ഈ സഹോദരന്റെ അവസ്ഥക്ക് ഇത് കാരണം കുളിക്കാൻ ഞങ്ങൾക്ക് സംവിധാനങ്ങളില്ല, കുടിക്കാൻ വെള്ളം കിട്ടാനുള്ള സംവിധാനങ്ങളില്ല. ഇനി ഞങ്ങൾക്ക് കേരളത്തിൽ കുടിക്കാൻ വെള്ളമുള്ള ഒരേ ഒരു ജില്ല എവിടെയെന്ന് പറയും വയനാട്. അതിൽ ഒരു പൈപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. വയനാട്ടിൽ നിന്ന് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലായിട്ട് ഒരു പൈപ്പ് ഉണ്ട്. 2 സുൽത്താൻ ബത്തേരിയിൽ നായ്ക്കട്ടി എന്ന് പറയുന്നിടത്ത് ഒരു അബുവാജിയരുണ്ട്, പ്രായപ്പെട്ട ഒരു ലോറി ഡ്രൈവറാണ്. 80 കാലങ്ങളിലൊക്കെ ലൈനിൽ പോയിട്ടുള്ളൊരു അദ്ദേഹം റിട്ടയർമെന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ശുദ്ധജലം ഞങ്ങൾക്ക് റോഡിലേക്ക് പൈപ്പ് ഇട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇത് ഇദ്ദേഹത്തിന്റെ കടമയല്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അയാളുടെ ജോലി അങ്ങനത്തെ കൊണ്ട് കണ്ടറിഞ്ഞ് സ്വന്തം കാശിന്ന് കൈയെടുത്തിട്ട് പൈസ ചെലവാക്കിയിട്ട് എടുത്തിട്ടുള്ള ആ സംവിധാനം ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾക്കൊരു കുടിവെള്ളം കിട്ടാനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. ലോറി എന്ന് പറയുന്ന നായിനെ കല്ലെടുത്ത് എറിയുന്ന മാതിരിയാണെന്ന് ഞങ്ങളുടെ അവസ്ഥ. ഇപ്പൊ നമ്മൾ അമർത്തിട്ട് കുറച്ച് സമയമല്ലോ, മുതലാളിന്റെ കോൾ വന്നോ? ഇല്ല, വന്നിട്ടില്ല. വന്ന ഫോൺ പോലീസ് വന്നോ? ഇല്ല, വരില്ല. ഇത് വെറും തട്ടിപ്പാണെന്നുള്ള ഏറ്റവും വലിയ അതായത് ഇവരെ പറ്റിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ സാധനം? അല്ലാന്ന് പറയാൻ കഴിയുമോ പ്രേക്ഷകർക്ക്? അതായത് ഈ സാധനം അമർത്തി കഴിഞ്ഞാൽ, ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പോലീസ് വരും, ആംബുലൻസ് വരും, എല്ലാം വന്നു. സങ്കടം എന്താ പറയാ, ഇത് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ കാരണം എന്താണോ, കഴിഞ്ഞ ഈ 19-ാം തീയതി മറ്റേ മാതൃഭൂമിയിൽ ഞാനൊരു വാർത്ത ചെയ്യുന്നതിന്റെ മുമ്പ് മറ്റേ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി സാർ അതിൽ വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, കേരളത്തിലുള്ള വണ്ടി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് GPS സംവിധാനം മുഖേന ഞങ്ങളത് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് കേരള രജിസ്ട്രേഷൻ വണ്ടിയല്ല, അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കാര്യത്തിന് വലിയ ഗൗരവം കാണിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റാണ് സാർ, അത് മാപ്പ് പറയാൻ വേണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലുള്ള മുതലാളിമാര് കർണാടകയിൽ പോയി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായി നിങ്ങളുടെ പഠിപ്പുകാരാണ്. അങ്ങോട്ട് പോയത്. അപ്പൊ ആ തെറ്റ് തിരുത്തി ഇനി വരുന്ന 2030 ആകുമ്പോ വിഴിഞ്ഞ അഴിമുഖത്ത് വരാൻ പോകുന്നത് 2000, 3000, 10000 കണ്ടെയ്നർ വരുമ്പോ ഇവിടെ വാഹനങ്ങൾ ആവശ്യമാണ്. അപ്പൊ ടാക്സ് കുറക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോ പറയുന്നത് ഇതൊക്കെ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഞങ്ങൾ കേൾക്കാതെ ഇരിക്കും, ഇതാണ് അവസ്ഥ. അപ്പോ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ എപ്പോഴും ലോറി ഡ്രൈവർമാർക്ക് ഒരു ബാത്റൂം വേണം, അല്ലെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാൻ, അതായത് കിടന്നുറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു സ്ഥലങ്ങളും ഇല്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അവന് ഫൈൻ അടച്ചു കൊടുത്ത് നശിപ്പിക്കുക അവന്റെ കുടുംബത്തെ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഈ സ്ഥലങ്ങള് എത്രത്തോളം മലിനമായിട്ടാണ് കിടക്കുന്നത്. അല്ല, അതാ ഞാൻ പറയുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കേൾക്കാതിരിക്കും എന്നുള്ള രീതിയിലേക്കാണ്. ഇന്റർലോക്ക് വിട്ടിട്ട് ഇവിടെ ഒരു ബാത്റൂമും സംവിധാനം ഇവര് കാണട്ടെ. ഇതാണ് അവസ്ഥ. ഈ മലിനജലം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ കടന്നുറങ്ങുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് ഈ രാജ്യത്തിനും വേണ്ടിയിട്ടാണ്. ഈ മലിനജലം നോക്കിയ ഡ്രൈവർമാർ വളരെയധികം ശ്രദ്ധിക്കുക. വണ്ടിക്കുള്ളിലെ SOS എന്നുള്ള ബട്ടൺ അമർത്തിയാൽ ഒരു ആംബുലൻസും വരാൻ വേണ്ടി പോകുന്നില്ല, ഒരു മുതലാളിക്കും കോൾ പോകുന്നില്ല, ഒരു പോലീസ് സ്റ്റേഷനിലും ആള് വരാൻ വേണ്ടി പോകുന്നില്ല. സൂക്ഷിച്ചോളാം, ഈ സാധനം വെറും തട്ടിപ്പാണ്. ഇത് ഒരു കാരണവശാലും എന്താണ്, ഇത് വർക്കിംഗ് യോഗ്യമല്ല. ഞങ്ങൾ ഇപ്പൊ പരീക്ഷിച്ചിരിക്കുകയാണല്ലേ, 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞല്ലേ. കാണുന്നവർ പരീക്ഷിക്കൂ, നിങ്ങൾ പരീക്ഷിച്ചിട്ട് സത്യമാണെന്നുള്ളത് അവര് ബോധിപ്പിക്കട്ടെ. തീർച്ചയായും നമുക്ക് അതിനെന്താണ്, സത്യമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കാം. അങ്ങനത്തെ വർക്കാണല്ലേ ഈ കമ്പനിന്റെ പേരിൽ ഞാൻ ലീഗലായിട്ട് നടപടി ലീഗലായിട്ട് പോകണം. നിങ്ങൾ പിന്നെ ഉറപ്പായിട്ട് പോകണം. കാര്യം എന്താ വെച്ചാൽ ഇത് കളിക്കാനുള്ളതല്ല. ലക്ഷങ്ങൾ, ഒരു 3.5 കോടി വണ്ടികൾ അല്ലെങ്കിൽ 4.5 കോടി വണ്ടികൾ ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ, ജനങ്ങളാകെ 1.5-3.5 കോടിയുള്ളൂ. ജനങ്ങളെക്കാട്ടും കൂടുതൽ വാഹനങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാവരും വലിയ സങ്കടത്തിലാണ്. അർജുൻ ശരിക്കും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നന്ദി, നമസ്കാരം.